തീവ്രമായി ഇറാനിൽ അതിശക്തമായ ആക്രമണമാണ് US നടത്തുന്നത്. USന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും തിരിച്ചടിക്കുന്നുണ്ട്. ട്രംപിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇറാനിൽ അരങ്ങേറുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്രയ്ക്കിടെ ട്രംപിന്റെ ചിത്രത്തിന് കല്ലെറിയുന്ന ഇറാൻ ജനതയുടെ വീഡിയോ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുന്ന ചിത്രം അടക്കം ഉൾപ്പെടുത്തിയാണ് ബോർഡ് ഉയർത്തിയിരിക്കുന്നത്. ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ടെഹ്റാനിലെ ഇൻക്ലാബ് സ്ക്വയറിലാണ്. ഞങ്ങൾ ട്രംപിനെ കൊലപ്പെടുത്തുമെന്നാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ്, പേർഷ്യൻ ഭാഷകളിൽ ഞങ്ങൾ ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന് എഴുതിയിട്ടുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. യുദ്ധമുണ്ടായാൽ നേരിടാൻ സജ്ജമായിരിക്കണമെന്നാണ് ഏറ്റവും ഒടുവിൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞത്. ഇറാൻ യുദ്ധം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരവും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പോരാടാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമാകുന്നു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാവണം, ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയത്. ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങിയെത്തിയില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ രാജ്യത്തെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്നും ട്രംപിന്റെ ഭീഷണി മുഴക്കി. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണിക്ക് വഴങ്ങില്ലെന്നാണ് ഇറാൻ ആവർത്തിച്ചു പറയുന്നത്. നിലവിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തുന്നതിനെ കുറിച്ച് ഇറാൻ ആലോചിക്കുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇറാന്റെ തെക്കൻ മേഖലകളിൽ അമേരിക്ക അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. US ആക്രമണങ്ങളിൽ 35 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനും USന്റെ പശ്ചിമേഷ്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കനത്ത ആക്രമണം നടത്തുന്നുണ്ട്. ജൂൺ 17-നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. എല്ലാ മേഖലകളിലെയും ആക്രമണങ്ങൾ സ്ഥിരമായി അവസാനിപ്പിക്കാനും 60 ദിവസത്തിനുള്ളിൽ സമാധാന ചർച്ചകൾ പൂർത്തിയാക്കാനും ഇരു രാജ്യങ്ങളും ഈ കരാറിൽ സമ്മതിച്ചിരുന്നു. ഈ കരാർ ലംഘിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ സേന തെക്കൻ ഇറാനിൽ ബോംബാക്രമണങ്ങൾ നടത്തി. ജൂൺ മാസത്തിലെ കരാർ അവസാനിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണങ്ങൾ. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ചൊവ്വാഴ്ച ഇറാൻ പാർലമെന്റിലെ 180 അംഗങ്ങൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി. അമേരിക്കൻ സർക്കാരിന്റെ നടപടിയെ അവർ ശക്തമായി വിമർശിച്ചു. രാജ്യത്തെ 3 ഭരണഘടനാ വിഭാഗങ്ങളുടെയും തലവന്മാർ ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്നും പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു.